2019 ഡിസംബർ മാസം തമിഴ്നാട്ടിലെ വില്ലുപുരം സുധാകർ നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരികയാണ്. സുധാകർ നഗർ തന്നെ താമസമായിട്ടുള്ള ഇന്ദിര എന്ന് പറയുന്ന ഒരു യുവതി വീട്ടിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടായിരുന്നു കോള് വന്നത്. സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ചത് ഈ ഇന്ദിരയുടെ വീടിനടുത്ത് തന്നെ താമസിക്കുന്ന ഒരു അയൽവാസിയായിരുന്നു. പോലീസുകാർ നേരെ അവിടേക്ക് വരികയാണ്. വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച വെച്ചാൽ ആ വീടിന്റെ ഹാളിൽ തന്നെ ആ ഒരു സ്ത്രീ മരണപ്പെട്ട് കിടക്കുകയാണ്, കത്തിക്കരിഞ്ഞ നിലയിൽ കിടക്കുകയാണ്. ആ ബോഡി ഒന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനൊന്നും പറ്റില്ല, അതുപോലെ കത്തിക്കരിഞ്ഞ് കിടക്കുകയാണ്. കാരണം വെച്ചാല് എന്തോ കുറച്ച് സാധനങ്ങൾ കൂട്ടിയിട്ട് അതിനെ മേളിലിട്ടാണ് ഈ ബോഡി കത്തിച്ചിരിക്കുന്നത്. കുറച്ച് പീസൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി അത് ആ വീട്ടിൽ തന്നെയുള്ള കുറച്ച് തുണികളാണെന്നുള്ളത്. അതായത് ഈ മരിച്ചിടക്കുന്ന ഇന്ദിരയുടെ തന്നെ വസ്ത്രങ്ങളാണ് ആ കൂട്ടിയിട്ടിട്ട് അതിനെ മേളിലിട്ടാണ് ഈ ബോഡി കത്തിച്ചിരിക്കുന്നത്. അപ്പൊ പോലീസുകാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരുടെ നടപടികളൊക്കെ എടുക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ബോഡി അയക്കുന്നുണ്ട്. മാത്രമല്ല അപ്പോൾ തന്നെയാണെങ്കിൽ അവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്, എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഈ സമയം അവിടെ ഇന്ദിരയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു. ഈ ഭർത്താവിന്റെ പേര് നടരാജ് എന്നാണ്. അപ്പൊ ഈ നടരാജനാണെങ്കിൽ ഈ സുധാകർ നഗറിൽ തന്നെയുള്ള ഒരു സ്കൂളിലെ മുൻ പ്രിൻസിപ്പൾ ആയിരുന്നു. ഇപ്പൊ ഈ നടരാജനാണെങ്കിൽ റിട്ടയർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ നടരാജനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഈ നടരാജൻ പറയുകയാണ്, എനിക്ക് 2 ഭാര്യമാരാണ് ഉള്ളത്, ഒന്ന് ലീലയും ഒന്ന് മരിച്ച ഇന്ദിരയും. അപ്പോ ഇടയ്ക്ക് ഒരാഴ്ച ലീലയുടെ കൂടെയും ഒരാഴ്ച ഇന്ദിരയുടെ കൂടെയുമാണ് നടരാജൻ നിൽക്കാറുള്ളത്. ഇപ്പൊ ഈ ഇന്ദിര മരിക്കുന്നതിന്റെ ആ സമയത്ത് ഈ സുധാകരാണെങ്കിൽ ലീലയ്ക്കൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവിടെ എന്താ നടന്നെന്നുള്ളത് കറക്റ്റ് അറിയില്ല. അപ്പൊ ഇന്ദിരയുടെ സഹോദരനാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ഇന്ദിര ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഈ നടരാജനോട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് നടരാജനാണെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ എന്നാ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടരാജൻ രാവിലെ വന്ന് നോക്കുന്ന സമയത്താണ് ഈ ഇന്ദിര മരിച്ചു കിടക്കുന്നത് കാണുന്നത്. അങ്ങനെയാണ് ഈ വിവരം പുറത്തറിയുന്നത്. അപ്പം ഇന്ദിര മരിച്ചത് എങ്ങനെയാണ്, എന്തിനായിരിക്കും ഇന്ദിരയെ കൊന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. കാരണം ഇന്ദിര ആത്മഹത്യ ചെയ്തതല്ല, ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. കാരണം സാധനങ്ങൾ തുണികൾ മേൽത്ത് വസ്ത്രങ്ങളാണെങ്കിൽ കൂട്ടിയിട്ടതിന് ശേഷം അതിന്റെ മുകളിൽ വെച്ചാണ് ഈ ഇന്ദിര തീ കൊളുത്തി മരിച്ചിരിക്കുന്നത്. അതായത് എന്ത് തന്നെ ആയാലും ശരി, ഇന്ദിര ഒരു കാരണവശാലും ജീവനോടെ ഇരിക്കെ ഈ തുണിക്കഷ്ണങ്ങളുടെ മേലെ നിന്നുകൊണ്ട് മരിക്കാൻ സാധ്യതയില്ല. കാരണം ഒരാളുടെ ശരീരത്തിൽ തീ പിടിക്കുന്ന സമയത്ത് അത് അയാളാണെങ്കിൽ അവിടെ എല്ലാം കിടന്ന് ഓടാനുള്ള സാധ്യതയുണ്ട്. എന്നുവെച്ചാല് ഈ തീ പിടിക്കുന്ന സമയത്ത് ഒരു ബോഡിയിൽ നമുക്ക് തീപ്പൊള്ളൽ ഏൽക്കുമ്പോൾ മരണവെപ്രാളത്തിൽ നമ്മൾ പല കാര്യങ്ങളും കാണും. പക്ഷെ അവിടെ ആണെങ്കിൽ അങ്ങനെയുള്ളൊന്നും തന്നെ കാണാൻ കഴിയില്ല. മാത്രവുമല്ല ഈ രക്തത്തുള്ളികൾ അവിടെ ആയിട്ട് ഇറ്റി വീണ് കിടപ്പുണ്ട്. റൂമിലാണെങ്കിലും അതുപോലെ തന്നെ ഈ ഹാളിലേക്ക് വരുന്ന ഭാഗത്തൊക്കെ ആണെങ്കിലും ശരിയാണ്, ഈ രക്തത്തുള്ളികൾ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇത് ആത്മഹത്യയല്ല, ഒരു കൊലപാതകം തന്നെയാണെന്നുള്ളത് പോലീസുകാർ സ്ഥിരീകരിക്കണം. മാത്രമല്ല അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം പോലീസുകാർക്ക് മനസ്സിലായി, ഈ ഇന്ദിര എന്ന് പറയുന്നത് അല്പം പൈസയൊക്കെ പലിശയ്ക്ക് കൊടുക്കുന്ന വ്യക്തിയാണ്. മാത്രവുമല്ല ഇന്ദിര എന്ന് പറയുന്നത് ഒരു സമ്പന്ന കുടുംബത്തിലെ സ്ത്രീയാണ്. അത്യാവശ്യം സ്വർണവും പൈസയൊക്കെ ഇന്ദിരയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സ്വർണവും പൈസയുടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ നിന്ന് സ്വർണവും പൈസയൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പൊ നടരാജൻ പറയാണ്, ഇവിടെ ഉണ്ടായിരുന്ന സ്വർണവും പൈസ ഒന്നും കാണുന്നില്ല, ഇതൊക്കെ ആരും അപഹരിച്ചിട്ടുണ്ട്, മിക്കവാറും ഈ സ്വർണവും പൈസ അപഹരിക്കാൻ വന്നവരായിരിക്കാം എന്റെ ഭാര്യയായിട്ടുള്ള ഇന്ദിരയെ കൊന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഈ നടരാജൻ നല്ല രീതിയിൽ ഇമോഷണൽ ആവുന്നുണ്ട്. മാത്രവുമല്ല ഈ ഇന്ദിര മരിക്കുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഇവരുടെ മകനായിട്ടുള്ള ശ്രീറാം കോയമ്പത്തൂര് കോളേജിൽ പഠിക്കുകയായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് എക്സാമിന്റെ പ്രശ്നമൊക്കെ വന്നു. എക്സാമിൽ ഒരു ചെറിയ വിഷയത്തിൽ തോറ്റുപോയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ അച്ഛനാണെങ്കിൽ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വഴക്ക് കേട്ടിട്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ ഈ ശ്രീറാം എന്ന് പറയുന്ന മകൻ ആത്മഹത്യ ചെയ്യാണ് കോയമ്പത്തൂരിൽ വെച്ചിട്ട്. അതങ്ങോട്ട് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുന്നതിന് മുൻപ് തന്നെയാണ് തന്റെ ഭാര്യയായിട്ടുള്ള ഇന്ദിരയുടെ ഈ മരണ വാർത്ത, ഈ മരണം നേരിട്ട് കാണുന്നത്. അതോടുകൂടി നടരാജൻ തകർന്നു പോവുകയാണ്. മാത്രമല്ല നടരാജന് പിന്നെ കാര്യങ്ങൾ സംസാരിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് നിൽക്കാനൊന്നും കഴിയുന്നില്ലായിരുന്നു. നേരെ തന്റെ മറ്റൊരു ഭാര്യയാണ് ലീലയുടെ വീട്ടിലേക്ക് പോകണം. അവിടെ തളർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ദിരയുടെ സഹോദരനായിട്ടുള്ള മണികണ്ഠനായിരുന്നു ഈ കേസിൽ മുൻപിൽ നിന്നിരുന്നത്. കാരണം വെച്ചാല് തന്റെ സഹോദരി എങ്ങനെയാണ് മരണപ്പെട്ടത്, തന്റെ സഹോദരിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ മണികണ്ഠന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം തന്റെ സഹോദരി മരണപ്പെടാൻ കാരണമായത് ആര് കാരണമായാലും അവരെ വെറുതെ വിടാൻ പാടില്ല എന്ന് മണികണ്ഠൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസുമായിട്ട് മണികണ്ഠൻ നല്ല രീതിയിൽ മുന്നോട്ട് പോവാണ്. അപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മനസ്സിലാവുകയാണ്
ഈ ഇന്ദിരയാണെങ്കിൽ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഇന്ദിരയെ കത്തിച്ചിരിക്കുന്നത്. അതായത് ഇന്ദിരയെ തലയിൽ എന്തോ ആയുധം വെച്ച് നന്നായിട്ട് മർദ്ദിച്ചിട്ടുണ്ട്, തലയോട്ടിയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഇന്ദിരയിട്ട് കത്തിച്ചിരിക്കുന്നത്. വസ്ത്രങ്ങളൊക്കെ ശരീരത്തോട് കത്തി അമർന്നിട്ടുണ്ടായിരുന്നു, ചില വസ്ത്രങ്ങളൊക്കെ ശരീരത്തോട് ഒട്ടിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മനസ്സിലാവുകയാണ്. മറ്റ് ശരീരത്താണെങ്കിൽ എന്തെങ്കിലും പൊട്ടലോ എല്ലിന് തകരാറുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പൊ ഈ ശരീരത്തിലെ മറ്റൊരു ഭാഗത്തും ഒരു പൊട്ടലോ അങ്ങനെയുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ പോലീസുകാർ ചിന്തിക്കുകയാണ്, ഒരാൾ എന്തായാലും മർദ്ദിക്കപ്പെടുമ്പോൾ അയാൾ കൈവച്ചെങ്കിലും തടയാൻ ശ്രമിക്കും. അതായത് നമ്മളെ ഒരാൾ മർദ്ദിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഡിഫൻഡിന് വേണ്ടിയിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് തടയാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ക്രാക്കും കാര്യങ്ങളൊക്കെ കൈയുടെ എല്ലിനും കാര്യങ്ങൾക്കും വരേണ്ടതാണ്. മാത്രമല്ല തലയിൽ മാത്രമാണ് ഈ അടിയേറ്റിരിക്കുന്നത്, മറ്റു ശരീരഭാഗത്ത് എവിടെ അടിയേറ്റതായിട്ടുള്ള ഒരു പാടും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഒരുപക്ഷെ ഈ തല അടിച്ചു പൊളിക്കാൻ മാത്രം വാശിയിൽ അടിക്കുന്ന വ്യക്തി ശരീരത്തിൽ ചിലപ്പോൾ അടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ ശരീരത്തിൽ എവിടെയും തന്നെ അടി കൊണ്ടതിൻ്റെ ആയിട്ടുള്ള ഒരു പാടുകളും ഇല്ല. പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണ്, ഒരു പക്ഷെ ഇന്ദിരയ്ക്ക് പ്രതികരിക്കാൻ പറ്റാതിരുന്ന സാഹചര്യത്തിലായിരിക്കാം ഇന്ദിര ആക്രമിക്കപ്പെട്ടിരിക്കുന്ന കാര്യം മനസ്സിലാവുകയാണ്. അപ്പം ഈ CCTV കാര്യങ്ങളൊക്കെ പോലീസുകാർ പരിശോധിക്കുന്നുണ്ട്. പക്ഷെ CCTV കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അവർക്ക് ഒന്നും തന്നെ അതിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. സമയപ്രദേശത്ത് CCTV ഒക്കെ നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അസ്വാഭാവികമായിട്ടൊന്നും പോലീസുകാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിൽ ഒരു കാര്യം അവർ ശ്രദ്ധിക്കുകയാണ്. കാരണം വെച്ചാല് ഈ ഇന്ദിര മരിക്കുന്നതിന് അന്ന് നടരാജാണെങ്കിൽ തന്റെ രണ്ടാം ഭാര്യയായിട്ടുള്ള ലീലയുടെ വീട്ടിലായിരുന്നു എന്നുള്ള ഒരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ CCTV പരിശോധിക്കുന്ന സമയത്ത് ശരിയാണ്, പകലാണെങ്കിൽ നടരാജനാണെങ്കിൽ ഇന്ദിരയുടെ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു CCTV ദൃശ്യമുണ്ട്. എന്നാൽ രാത്രി ഒരു 10 മണിക്ക് ശേഷം നടരാജൻ തിരികെ ആ വീട്ടിലേക്ക് വരുന്നതിന്റെ ആയിട്ടുള്ള ഒരു ചെറിയ CCTV അവർ കാണുകയാണ്. മാത്രമല്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും നടരാജൻ തിരികെ പോകുന്നതിന്റെ ദൃശ്യം ആ CCTVയിൽ നിന്നും പോലീസുകാർക്ക് കിട്ടുകയാണ്. അപ്പം നടരാജനെ കുറിച്ചുള്ള കാര്യങ്ങൾ പോലീസുകാർ അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് ഈ ഇന്ദിരയുടെ സഹോദരനായിട്ടുള്ള മണികണ്ഠൻ പറയുകയാണ്, ഇന്ദിരയെ വിവാഹം കഴിച്ചത്, ഈ നടരാജൻ വിവാഹം കഴിച്ചത് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല. നടരാജനാണെങ്കിൽ തിരുത്തണിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ ലീല എന്ന് പറയുന്ന സ്ത്രീയെ കാണുന്നതും ഇഷ്ടപ്പെടുന്നത്. അവർ പഠിക്കുന്ന സമയം തൊട്ടേ ഇവര് പ്രണയത്തിലായിരുന്നു. അപ്പൊ ഈ പ്രണയത്തിലായ കാര്യങ്ങൾ വീട്ടുകാർക്ക് അറിയായിരുന്നു, നടരാജന്റെ വീട്ടുകാർക്ക് അറിയായിരുന്നു. അപ്പൊ നടരാജന്റെ വീട്ടുകാർക്ക് അറിയുന്ന സമയത്ത് നടരാജന്റെ വീട്ടുകാർ എന്താ ചെയ്യുന്നത് വെച്ചാല്, ഈ ഇന്ദിരയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു അത്യാവശ്യം ഫിനാൻഷ്യലി കുറച്ച് ഉയർന്നു നിൽക്കുന്നതാണ്. ഈ ഇന്ദിരയ്ക്കുള്ള ഒരു ഇതെന്ന് വെച്ചാല് പഠിപ്പ് കുറവാണ്. പക്ഷെ ഇന്ദിരയുടെ വീട്ടുകാരെല്ലാം നല്ല ഹൈ ക്ലാസ്സിലാണ് നിൽക്കുന്നത്, നല്ല കാശുള്ള വീട്ടുകാരാണ്, നല്ല സ്വത്തും സമ്പത്തും ഒക്കെ ഉള്ള വീട്ടുകാരാണ്. പക്ഷെ ഇന്ദിരയ്ക്ക് എന്ന് വെച്ചാൽ പഠിപ്പ് കുറവാണ്. അപ്പം ഈ നടരാജനാണെങ്കിൽ നല്ല പഠിപ്പും ഉണ്ട്, അതുപോലെ തന്നെ തീരെ താഴ്ന്ന ആൾക്കാരാണ്, പണം തീരെ ഇല്ലാത്ത പാവപ്പെട്ട ഒരു വീട്ടിലായിരുന്നു ഈ നടരാജൻ എന്ന് പറയുന്നത്. പക്ഷെ നടരാജന്റെ മനസ്സിലുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ലീലയായിരുന്നു, ഒരിക്കലും ഇന്ദിര ആയിരുന്നില്ല. അങ്ങനെ ഈ നടരാജന്റെ വീട്ടുകാരും ഇന്ദിരയുടെ വീട്ടുകാരും കൂടെ കല്യാണം ആലോചിച്ച് ഈ കല്യാണം നടത്താനായിട്ട് തീരുമാനം എടുക്കണം. കാരണം നടരാജനാണ് ആ സമയത്ത് ഒരു സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ അത്രയും സർക്കാർ സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളെ വീട്ടിലേക്ക് മരുമകനായിട്ട് കിട്ടുമ്പോൾ അതെന്തായാലും ഒരു ഭാഗ്യമായിരിക്കില്ല. അവർക്ക് സ്വത്തും സമ്പത്തൊന്നും ഇല്ലെങ്കിലും ശരിയാണ്, നാളെ അവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നടരാജനുമായിട്ടുള്ള വിവാഹം വീട്ടുകാർ തീരുമാനിക്കുകയാണ്. അങ്ങനെ കല്യാണത്തിന് 2 ദിവസം ഉള്ളപ്പോ സമയത്താണ് നടരാജനാണ് ലീലയുടെ വീട്ടിലേക്ക് വന്നിട്ട് പറയുകയാണ്, ഇതുപോലെ എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല, ഞാൻ മറ്റൊരു സ്ത്രീയുമായിട്ട് ഇഷ്ടത്തിലാണ്, മറ്റൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. എന്റെ വീട്ടുകാരോട് ഞാൻ എത്ര പറഞ്ഞിട്ട് എന്റെ വീട്ടുകാർ കേൾക്കുന്നില്ല എന്നുള്ള കാര്യം ഈ നടരാജൻ വന്ന് ഇവരുടെ വീട്ടുകാരോട് പറയുകയാണ്, ഇന്ദിരയുടെ വീട്ടുകാരോട് പറയുകയാണ്. എന്നാൽ ഇന്ദിരയുടെ വീട്ടുകാര് ഇത്രയും ആൾക്കാരെല്ലാം വിളിച്ചു, പന്തലും കാര്യങ്ങളും ഇട്ട് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കല്യാണ ചെറുക്കൻ വന്നിട്ട് ഇതുപോലെ പറയുമ്പോൾ എങ്ങനെ പെട്ടെന്ന് കല്യാണത്തിന് പിന്മാറാൻ സാധിക്കും? അതുകൊണ്ട് വീട്ടുകാരാണെങ്കിൽ ഈ നടരാജനുമായിട്ട് സംസാരിച്ചതിന് ശേഷം പറയുകയാണ്, ഇങ്ങനെ ഒരിക്കലും പറയരുത്, നമുക്ക് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം അതൊക്കെ മാറിക്കോളും, നടരാജന് ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല, നടരാജന നമ്മൾ കല്യാണത്തിന് ശേഷം വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തന്നോളാം. അപ്പോ കല്യാണത്തിന് ശേഷം ഈ മുൻപ് ഇഷ്ടമുള്ള ആ പെൺകുട്ടികളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നോളും, നിങ്ങളൊരു കാര്യം ചെയ്യുന്നേരം കല്യാണത്തിന് വാ, നമുക്ക് കല്യാണം കാര്യങ്ങളൊക്കെ നടത്താം, എന്തായാലും പെട്ടെന്ന് അങ്ങനെ കല്യാണം കാര്യങ്ങൾ നിർത്താൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടരാജനോട് പറയുകയാണ്. അത് സ്നേഹത്തോടെയും പറയുന്നുണ്ട്, അല്പം ഭീഷണിപ്പെടുത്തിയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ എന്ത് തന്നെ ആയാലും നടരാജനും ഇന്ദിരയും തമ്മിലുള്ള കല്യാണം നടക്കുകയാണ്. ഈ കല്യാണം നടന്ന് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ, ഏകദേശം 1 മാസം കഴിയുന്നതിന് മുമ്പേ തന്നെ ഈ നടരാജനാണെങ്കിൽ തിരുപ്പതിയിൽ കൊണ്ടുപോയി ലീലേനെ മറ്റൊരു വിവാഹം കഴിക്കുകയാണ്. ലീലേനെ വിവാഹം കഴിച്ചിട്ട് നേരെ ഇവര് താമസിക്കുന്ന വീട്ടിലേക്ക് തന്നെ വരികയാണ് ചെയ്യുന്നത്.
അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഇന്ദിരയും ഈ ലീലയും തമ്മിൽ കുറെ പ്രശ്നവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നടരാജനും ഇന്ദിരയും തമ്മിലുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നടരാജന്റെ വീട്ടുകാരും ഇന്ദിരയുടെ വീട്ടുകാരും തമ്മിൽ സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിലാവുകയാണ്. നടരാജനോട് ഇന്ദിരയുടെ വീട്ടുകാർ പറയാണ്, ഇന്ദിര നിങ്ങൾ ഉപേക്ഷിക്കൊന്നും ചെയ്യരുത്, നമുക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ രമ്യതപ്പെടുത്തി കൊണ്ടുപോവാം, അതുകൊണ്ട് നിങ്ങൾ മറ്റു പ്രശ്നങ്ങൾക്കൊന്നും ഉണ്ടാക്കരുത്, രണ്ടുപേരും സമാധാനത്തോടെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ നടരാജനോട് പറയാണ്. മാത്രമല്ല ലീലയും അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുകയാണ് ഈ ഇന്ദിരയുടെ വീട്ടുകാർ. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ എങ്കിലും ശരിയാണ്, ഈ ഭാര്യമാര് തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്നും അവിടെ രൂക്ഷമായിക്കൊണ്ടേയിരുന്നു. അതിനിടയ്ക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഓരോ ആൺകുട്ടി വീതം ജനിക്കുന്നുമുണ്ട്. അങ്ങനെ ഈ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ നടരാജന് മനസ്സിലായത് ഈ ഭാര്യമാര് തമ്മിലുള്ള പ്രശ്നം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണ് ഈ സുധാകർ നഗറില് ഇന്ദിരയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ഒരു വീട് വാങ്ങിക്കുന്നത്. ഇവര് മുൻപ് താമസിച്ചുകൊണ്ടിരുന്നത് വെച്ചാല് തിരുക്കൊയിലൂരിലാണ്. തിരുക്കൊയിലൂരിലായിരുന്നു ഇവരുടെ സ്വന്തം വീടുണ്ടായിരുന്നത്. അവിടെ നിന്നും ഈ സുധാകർ നഗറിലേക്ക് ഒരു വീട് വാങ്ങിച്ച് അവിടെ ഇന്ദിരയെ താമസിപ്പിക്കുകയാണ്. ഈ തിരുക്കൊയിലൂർ സ്വന്തം വീട്ടില് ലീലയും മോനും താമസിക്കുകയാണ്. അങ്ങനെ രണ്ടിടത്തായിട്ട് രണ്ട് ഭാര്യമാരും താമസിപ്പിക്കുകയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുമല്ലോ കാര്യങ്ങൾ എന്നായിരിക്കും നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത്. എന്നാൽ അതല്ല ഇവിടെ നടന്നത്. ഇവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നടരാജന് ഇന്ദിരയെ ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. വീട്ടുകാരുടെ നിർബന്ധവും ഭീഷണിയും കൊണ്ട് മാത്രമാണ് ഇന്ദിരയുമായിട്ട് വിവാഹം നടത്തിയത്, ഇന്ദിരയുമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഈ ഇന്ദിരയിൽ ജനിച്ച ശ്രീരാം എന്ന് പറയുന്ന മകനോട് ഇന്ദിരയോട് ഒരു രീതിയിലുള്ള താല്പര്യം നടരാജനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലീലയെടുത്ത് സ്നേഹത്തോടെ നിൽക്കുന്ന നടരാജൻ ഇന്ദിരയുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. കാരണം വെറുപ്പും ദേഷ്യവും വാശിയും എല്ലാം അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇന്ദിരയും മകനും ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. പലപ്പോഴും ആണെങ്കിൽ ഇന്ദിരയ്ക്ക് ക്രൂര മർദ്ദനമായിരുന്നു നേരിടേണ്ടി വരുന്നത്. ഈ മർദ്ദനത്തിന് ശേഷം പലപ്പോഴും ഇന്ദിര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സിറ്റുവേഷൻ വരെ എത്തുന്നുണ്ട്. മാത്രമല്ല ഒരു സമയത്താണ് ഇന്ദിരയെ അടിക്കുന്ന സമയത്ത് ഇന്ദിരയുടെ 3 പല്ലാണെങ്കിൽ ഇളകി പോകുന്നുണ്ട്. അപ്പൊ അത്രയ്ക്ക് ക്രൂരമായിട്ടുള്ള മർദ്ദനമൊക്കെ ആയിരുന്നു ഇന്ദിരയ്ക്ക് നേരിടേണ്ടി വന്നത് ആ വീട്ടിൽ വെച്ച്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മകൻ ആത്മഹത്യ ചെയ്യുന്നത്. മകൻ ആത്മഹത്യ ചെയ്യുന്നതിനും കാരണമുണ്ട്. കാരണം അച്ഛൻ അത്രയ്ക്ക് ക്രൂരമായിട്ടായിരുന്നു മകനോട് പെരുമാറുന്നത്. അപ്പൊ ഒരു എക്സാമില് മകൻ തോറ്റുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ കാര്യം അച്ഛൻ അറിഞ്ഞ സമയത്ത് ഭയങ്കരമായിട്ട് ഈ അച്ഛൻ ഭീഷണിപ്പെടുന്നത്. ഈ നടരാജനാണ് തന്റെ മകനായിട്ട് ശ്രീരാമനെ നന്നായിട്ട് ഭീഷണിപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മകന് അച്ഛന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ ആ ഭയത്തിലായിരുന്നു ഈ മകൻ അവിടെ അന്ന് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പൊ ഇതിനുശേഷം ഇവരെ തളർന്നു പോയാണ്. കാരണം അവർക്കായിട്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തളർന്നു പോയാണ്. ആ സമയത്ത് വീണ്ടും ഇന്ദ്രന്റെ മർദ്ദനവും കാര്യങ്ങളും വന്നപ്പോഴത്തെ ഇന്ദ്രയാണെങ്കിൽ അവിടെ നിന്ന് മധുരയിലേക്ക് മാറി താമസിക്കുകയാണ്. ഒരു ലേഡീസ് ഹോസ്റ്റൽ എടുത്ത് അവിടേക്ക് മാറി താമസിക്കുകയാണ് ഇന്ദ്ര ചെയ്യുന്നത്. എന്നാൽ ഇന്ദിരയുടെ വീട്ടുകാർ ഇത് അറിഞ്ഞ സമയത്ത് ഇന്ദിരയെ കുറിച്ച് അന്വേഷിച്ച് അങ്ങനെ ഇന്ദിരയെ കണ്ടുപിടിക്കുകയാണ്. വീണ്ടും ഇന്ദിരയും നടരാജനും തമ്മിലുള്ള വിവാഹ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവരൊരു ഫോഴ്സ് ചെയ്യണം. ഇന്ദിര വീണ്ടും തിരിച്ച് ഈ സുധാകർ നഗറിലുള്ള നടരാജന്റെ വീട്ടിലേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്. അങ്ങനെ വീണ്ടും കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകണം. എന്നാലും ദിവസവും ഇന്ദിരയ്ക്ക് മർദ്ദനം ഏൽക്കുന്നുണ്ട്. ലീലയെടുത്ത് സ്നേഹത്തോടെ നടരാജൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ദിരയോടാണെങ്കിൽ ഈ നടരാജൻ പറയാണ്, ഞാനിങ്ങനെ ഒരു ജ്യോത്സ്യനെ കണ്ടിരുന്നു. അപ്പൊ ജ്യോത്സ്യനെ കണ്ട സമയത്ത് ഒരു ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 4 മാസം കഴിയുമ്പോഴത്തെ മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇന്ദിരയോട് ഈ നടരാജൻ പറയുകയാണ്. അപ്പൊ ഇന്ദിരയാണെങ്കിൽ തന്റെ സഹോദരനായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട്. അപ്പൊ ആ സഹോദരൻ ചോദിക്കുന്നുണ്ട് അത് ആരാണ് പറഞ്ഞത്, ഏത് സന്യാസിയാണ് പറഞ്ഞത്, ഏത് സ്വാമിയാണ് പറഞ്ഞത്, നമുക്ക് അതൊന്നും പോയി കാണണമല്ലോ, എന്താ അങ്ങനെ പറയുന്നത് അറിയണമല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇന്ദിര അത് വലുതായിട്ടൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. അങ്ങനെ വിട്ട് കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇന്ദിര ഈ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോള് പോലീസ് സ്റ്റേഷനിലേക്കും സഹോദരനായുള്ള മണികണ്ഠനും വരുന്നത്. അപ്പോഴാണ് ഈ രണ്ടിടത്തും വന്നിരിക്കുന്ന കോളുകളിലെ വ്യത്യാസം മനസ്സിലാവുന്നത്. ഈ സഹോദരനോടാണെങ്കിൽ നടരാജൻ പറഞ്ഞിരിക്കുന്നത് നിന്റെ ചേച്ചി ആത്മഹത്യ ചെയ്തു എന്നാണ്. മകനൊക്കെ മരിച്ചിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ആ വിഷമം ഒന്നും സഹിക്കാൻ സാധിക്കാതെ ഈ ചേച്ചി ആത്മഹത്യ ചെയ്തു എന്നാണ് മണികണ്ഠനോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പോലീസുകാരോട് പറഞ്ഞത് ഈ സ്വർണത്തിനും പണത്തിനും വേണ്ടി ഒരുപക്ഷെ അവളെ ആരെങ്കിലും ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത് പലരിടത്തും പറഞ്ഞിരിക്കുന്ന മൊഴിയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് തന്നെ ആയാലും ശരി നടരാജനെ അറസ്റ്റ് ചെയ്യുകയാണ്, ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തിൽ നടരാജൻ എല്ലാ സത്യങ്ങളും പറയുകയാണ്. ഈ ഒരു കൊലപാതകം നടരാജൻ പ്ലാൻ ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ദിരയെ ഒട്ടും തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നടരാജന് താല്പര്യമില്ലായിരുന്നു, ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇന്ദിരയെ ഒഴിവാക്കണം എന്നുള്ളത് നടരാജന്റെ മൈൻഡിൽ കുറച്ച് നാളായിട്ട് വരുന്ന ഒരു ചിന്തയായിരുന്നു. കുറച്ച് നാളായിട്ട് തന്നെ ഇത് ഈ മകൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരെങ്ങനെയെങ്കിലും ലൈഫിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളത് നടരാജന് ഒരു ചിന്തിച്ചിങ്ങനെ വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്താണ് ഈ ഇന്ദിര മരിക്കുന്ന ആ ഒരു ദിവസം വന്നിട്ടുള്ളത്. അങ്ങനെ ഈ നടരാജൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇന്ദിരയായിട്ട് അന്ന് ഭയങ്കര വഴക്കിടുകയാണ്. വഴക്കിട്ടതിന് ശേഷം നടരാജൻ നേരെ ലീലയുടെ വീട്ടിലേക്ക് പോവാണ്.
പോയതിനു ശേഷം രാത്രി 10 മണിയായപ്പോഴത്തേക്ക് ആ വീട്ടിലേക്ക് തിരികെ വരികയാണ്. ഈ ഇന്ദിരയുടെ വീട്ടിലെ ഒരു താക്കോല് നടരാജന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് ഈസി ആയിട്ട് കയറാൻ വേണ്ടിയിട്ട് നടരാജന് സാധിക്കും. അങ്ങനെ നടരാജനാണ് ഈ രാത്രി സമയത്ത് ആ വീട്ടിലേക്ക് കയറിയ സമയത്ത് റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇന്ദിര അവിടെ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്, ബെഡിൽ ഉറങ്ങുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് എന്താ ചെയ്യുന്നത് വെച്ചാല് കയ്യിൽ കരുതുന്ന ഒരു വടി വെച്ച് ഇന്ദിരയുടെ തലയിലേക്ക് ഞാൻ അടിക്കുകയാണ്. ഇന്ദിരയ്ക്ക് പ്രതികരിക്കാനോ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനോ ഒന്ന് ബോധത്തിലോട്ട് വരാൻ പോലുമുള്ള ഒരു സമയം ഇന്ദിരയ്ക്ക് അവിടെ കിട്ടിയില്ല. അതിനു മുമ്പേ തന്നെ ഇന്ദിര അവിടെ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം തല അതുപോലെ തല്ലി പൊളിക്കുകയാണ് ചെയ്യുന്നത് ഈ നടരാജൻ. അതിനുശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ അലമാര തുറന്നതിന് ശേഷം അതിലുള്ള തുണിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഹാളിൽ ഇട്ടിട്ട് ഈ ബെഡിൽ നിന്നും ഇന്ദിരയെ വലിച്ചെടുത്ത് ഈ തുണിയുടെ കൂമ്പാരത്തിൽ കൊണ്ടുവന്ന് കിടത്തുകയാണ്. എന്നിട്ട് കിടത്തിയതിനു ശേഷം അവിടെ കുറച്ച് മണ്ണെണ്ണയും കാര്യങ്ങളൊക്കെ തളിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും റൂമിലേക്ക് പോയിട്ട് അലമാര ഒന്നും കൂടെ പരിശോധിക്കണം. ആ സമയത്ത് അതിലുണ്ടായിരുന്ന സ്വർണ്ണവും പണമൊക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഇതിനു മുൻപും ഇവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ നടരാജൻ എടുത്തുകൊണ്ട് പോയിട്ടാണെങ്കിൽ തന്റെ രണ്ടാം ഭാര്യയായിട്ടുള്ള ലീലയ്ക്കാണ് കൊടുത്തിരുന്നത്. അപ്പം അന്നേ ദിവസം ആ സ്വർണ്ണം പണമൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ആ റൂമിൽ ഹാളിൽ കിടക്കുന്ന ആ തുണിക്കുമ്പാരത്തിൽ കിടക്കുന്ന ആ ഇന്ദിരയുടെ ശരീരത്തിലേക്ക് തീ പടർത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നേരെ വീട്ടിൽ വെളിവരികയാണ്, ഡോർ ലോക്ക് ചെയ്ത് നേരെ ലീലയുടെ വീട്ടിലേക്ക് നടരാജൻ പോവുകയാണ് ചെയ്തത്. അപ്പോ ഇഷ്ടമില്ലാതിരുന്ന ഒരു വിവാഹ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ വിവാഹ ജീവിതം ഇവർ മുന്നോട്ട് നയിക്കാൻ തുടങ്ങിയിട്ട് 30 കൊല്ലമായി. ഈ 30 കൊല്ലത്തിന് ശേഷമാണ് ഈ ഒരു കാര്യം ഈ നടരാജൻ ചെയ്യുന്നത്. ഈ ഒരു കാര്യം നടരാജൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ദിരയുടെ വീട്ടുകാരും ഇതിൽ കുറ്റക്കാർ തന്നെയാണ്. കാരണം ആദ്യമേ തന്നെ നടരാജൻ പറയുന്നുണ്ട് എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല, എനിക്ക് ഒരിക്കലും ഇന്ദിരയെ സ്നേഹിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഈ കേസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നടരാജൻ മാത്രമല്ല കുറ്റക്കാരനായിട്ടുള്ളത്, ഈ ഇന്ദിരയുടെ വീട്ടുകാരും ഉണ്ട്. കാരണം ഈ വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ട് പിടിച്ച് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇന്ദിര രക്ഷപ്പെട്ട് പോയിട്ടും വീണ്ടും തിരിച്ച് ഇന്ദിരനെ അവിടെ കൊണ്ട് നാക്കുന്നതും ഈ വീട്ടുകാർ തന്നെയാണ്. എന്ത് തന്നെ ആയാലും ഈ നടരാജന് ജീവപര്യന്തം കോടതി ശിക്ഷ വിധിക്കുകയാണ്. അപ്പോൾ ഈ കേസിനെ കുറിച്ച് കൂടുതലൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളു പറയാനായിട്ട്. അപ്പൊ ഈ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹം നമുക്കൊപ്പം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി മറ്റൊരു വീഡിയോ ആയിട്ടും വരെയായിരിക്കും. ബൈ.